വയനാട്ടിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി UDF. പൗരത്വ ഭേദഗതിയിൽ ഉൾപ്പെടെ BJPക്കെതിരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസിനുള്ളതെന്ന് ടി സിദ്ദിഖ് MLA പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരെ ഒന്നും പറയാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് മൃദുമോദിത്വമാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വയനാട്ടിൽ നടന്ന LDF പൊതുയോഗങ്ങളിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധവും ഉയർത്തിയില്ല എന്നായിരുന്നു ആരോപണം. ആരോപണത്തിന് ശശി തരൂരിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസംഗം ഉയർത്തിക്കാട്ടിയായിരുന്നു ടി സിദ്ദിഖിന്റെ മറുപടി. I am opposing the Parliament's legislative competence to address and pass this bill because it is an assault on the foundational values of our republic, sir. ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അടിസ്ഥാനമില്ലാത്തതായ ഇത്തരം കാര്യങ്ങൾ 4 വോട്ട് കിട്ടുമോ എന്നുള്ള പരീക്ഷണം നടത്തി പറയുന്നത് മാന്യതക്കും രാഷ്ട്രീയപരമായുള്ള മാന്യതക്കും ധാർമ്മികതകൾക്കും ചേർന്നതായിട്ടുള്ള നടപടിയല്ല. പിണറായി വിജയന് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് വിമർശിക്കാൻ ഭയമാണ്. കേന്ദ്രത്തെ പേടിയോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഇത് മൃദുമോദിത്വ സമീപനമെന്നും ടി സിദ്ദിഖ്. വയനാട് MPയെ രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് വിമർശിക്കാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ഒരിടത്ത് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് വിമർശിക്കാത്തത് മുഖ്യമന്ത്രിയും CPIM-ഉം തുടരുന്ന മൃദുമോദിത്വ സമീപനത്തിന്റെ ഭാഗമായുള്ള നയമാണ്. ജില്ലയുടെ കാതലായ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടാതിരുന്നത് കുറ്റബോധം മൂലമായിരിക്കാം. 20 സീറ്റിലും UDF വിജയിക്കുമെന്നും വടകരയിലും തൃശൂരിലും ഭൂരിപക്ഷം 1 ലക്ഷം കടക്കുമെന്നും ടി സിദ്ദിഖ് വ്യക്തമാക്കി. 24 വയനാട്.